ഇന്ത്യ പാക് യുദ്ധം ഉടൻ തന്നെ ഉണ്ടാകും. മോദി അതിന് അനുവാദം കൊടുത്തു. തന്നെ ഒരുമാതിരി തമ്പിട്ട് വെച്ചിട്ട് ചുമ്മാ ആളുകളെ പേടിപ്പിക്കല്ലേ കേട്ടോ. അയ്യോ യുദ്ധമൊന്നും അല്ല കേട്ടോ, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം, ക്രിക്കറ്റ് മത്സരം. അതുവരെ യുദ്ധം പോലെ ആണ് നമുക്ക്. ആയിക്കോട്ടെ. അത് ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ കുറഞ്ഞ പക്ഷം തലേ ദിവസത്തെ മറ്റേ സ്പോർട്സ് പേജിലെ പത്രത്തിലെങ്ങും ആ തലക്കെട്ട് പ്രതീക്ഷിക്കണം. അതെ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കാൻ പോകുന്നു. കമന്റേറ്റർമാർ അങ്ങനെയൊക്കെ തന്നെയാണ് പറയുക. കാര്യം ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തുറന്ന യുദ്ധം. അപ്പോൾ അതിനുശേഷം ഒരു ക്രിക്കറ്റ് കളി, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ക്രിക്കറ്റ് ഒഴിച്ചുകൂടാനാകാത്ത ചേരുവയാണ്. അത് എപ്പോൾ അടിയുണ്ടായോ അത് പരിഹരിക്കാനായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നതായിരുന്നു പഴയ ചരിത്രം. പക്ഷേ ഇപ്പോൾ പിന്നീട് അതൊക്കെ മാറി, ആ രാഷ്ട്രീയമൊക്കെ മാറി. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നയതന്ത്രമില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ടൂർണമെൻറ്റുകൾ, പര്യടനങ്ങളെല്ലാം നിർത്തലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നേരത്തെ തന്നെയുള്ളൊരു പ്രഖ്യാപിത നിലപാടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര മത്സരവേദികളിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നതിൽ എതിർപ്പില്ല. അത് ഇക്കാര്യത്തിലും കേന്ദ്ര സർക്കാർ അത് തന്നെയാണ് തുടരുന്നത്. ഈ ഏഷ്യ കപ്പ് എന്ന് പറയുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലാണ് അതിൻ്റെ സംഘാടകർ. അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരു മന്ത്രിയാണ്. എന്നിരുന്നാലും ആ പറയുന്ന ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് പങ്കെടുക്കാനായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുമതി കൊടുത്തേക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 5 മുതൽ 21 തീയതി വരെ നടക്കുന്ന മത്സരങ്ങൾ, ഏതാണ്ട് 17 ദിവസമോ മറ്റോ ആണ് ഈ മത്സരങ്ങൾ നടക്കുക. 17 അല്ലേ? യെസ്, ഏകദേശം 17 അല്ല, 5ഉം 11 ഏകദേശം 16 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരക്രമമാണ്. അതിൽ ഇന്ത്യ പങ്കെടുക്കുമെന്നുള്ളത് ഏകദേശം ഇപ്പോൾ ഉറപ്പിക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ധാക്കയിൽ, ബംഗ്ലാദേശിലെ ധാക്കയിൽ ഒരു ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ അതിൽ ഇന്ത്യ BCCI പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പിന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു അനുമതി കൊടുത്ത സാഹചര്യത്തിൽ ഇന്ത്യ അതിൽ ആ യോഗത്തിലടക്കം പങ്കെടുക്കാനാണ് സാധ്യത. ഇപ്പം നിലവിൽ ഈ ഇന്ത്യയുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. കാര്യം ഇന്ത്യ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ ആ ടൂർണമെൻറ്റിൻ്റെ ഗ്ലാമർ അങ്ങ് പോയി. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് ക്രിക്കറ്റ് ലോകത്തെ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു സംഗതിയാണ്. അതിപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ഏഷ്യ കപ്പിൽ മാത്രമല്ല, ഏത് വേദിയിലായപ്പോലും, ഇപ്പോൾ ലോകകപ്പ് ക്രിക്കറ്റിലായപ്പോലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ് ആ ടൂർണമെൻറ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെയും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ടൂർണമെൻറ്റിനെ സംബന്ധിച്ചൊരാശങ്ക, ഇതിൽ നേരത്തെ 8 ടീമുകളാണ് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നത്. അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, പിന്നെ UAE. ഇത്രയാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിലുള്ളത്. പിന്നെ 2 പേര് കൂടി യോഗ്യത നേടിയിരുന്നു. അതൊന്ന് ഒമാനും ഒന്ന് ഹോങ്കോങ്ങുമാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തം 8 ടീമുകൾ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രഖ്യാപനം. ഇപ്പോൾ അത് 6 ആക്കി ചുരുക്കിയേക്കും എന്നുള്ളൊരു വാർത്തകൾ വരുന്നു. അതായത് ഒമാനും ഹോങ്കോങ്ങും മടങ്ങിപ്പോയേണ്ടി വരും. UAE, അതായത് ഈ മത്സരങ്ങൾ നടക്കുക ഗൾഫിലാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഇപ്പോൾ 2 പേരുടെയും രാജ്യങ്ങളിൽ നടക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ 2 ടീമുകളുടെയും മത്സരം നടക്കില്ല. അപ്പോൾ പിന്നെ ഒരു ന്യൂട്രൽ വേദി എന്ന നിലയിലാണ് ഇപ്പോൾ ഗൾഫിൽ ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മൾ പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആതിഥേയരായ UAE ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും UAE-നെയൊന്നും അത്ര വില കുറച്ച് കാണണ്ട. മലയാളികളടക്കം ആ UAE ടീമിൽ പങ്കെടുക്കുന്നുണ്ട്. UAE-യുടെ ക്യാപ്റ്റൻ പോലും മലയാളിയായ ഒരു കണ്ണൂറുകാരൻ UAE-യുടെ ക്യാപ്റ്റൻ വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ 2 മത്സരങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ 2 മത്സരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതൊന്ന് 7 തീയതി ആയിരിക്കും, സെപ്റ്റംബർ 7. ഒന്ന് സെപ്റ്റംബർ 14. നേരത്തെ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടൽ ഏറ്റവും അവസാനം നടന്നത്. അപ്പോൾ അത് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ICC-യുടെ കീഴിൽ വരുന്നതാണ്. അതിൻ്റെ സംഘാടകർ, അതിൻ്റെ ആതിഥേയത്വം പാകിസ്ഥാനായിരുന്നു. പക്ഷേ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് വരില്ല. അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് കളിക്കാൻ വേണ്ടി ദുബായിലേക്ക് വന്ന ചരിത്രമുണ്ട്. അപ്പോൾ ആ ടൂർണമെൻറ്റിൽ പാകിസ്ഥാനായിരുന്നു സംഘാടകരെങ്കിൽ പോലും അതിൻ്റെ ഫൈനൽ പാകിസ്ഥാനിൽ നടന്നില്ല. കാരണം ഇന്ത്യ ഫൈനലിൽ വന്നു. അതോടുകൂടി ആ മത്സരവും ദുബായിലേക്ക് നടത്തേണ്ടി വന്നു. ആ ടൂർണമെൻറ്റിൻ്റെ പ്രാഥമിക റൗണ്ടിൽ തന്നെ പാകിസ്ഥാൻ തോറ്റു പുറത്തായി. ഫൈനൽ പാകിസ്ഥാനിൽ നടന്നില്ല. അങ്ങനെ വലിയൊരു നാണക്കേടും അവർക്കുണ്ടായിരുന്നു, പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു പ്രഖ്യാപനം നടത്തി, ഒരു 2027 വരെ ഇന്ത്യയിലേക്ക് വരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു നിലപാടെടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോൾ ഈ പറയുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ അതിൻ്റെ സംഘാടകർ ഇന്ത്യയാണ്.
ഇന്ത്യയിലാണ് മത്സരങ്ങൾ നടക്കേണ്ടത്. പക്ഷേ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പം മത്സരക്രമങ്ങൾ ഈ അതായത് പാകിസ്ഥാന് വേണ്ടി നമ്മൾ UAE മാറ്റിയെന്ന് അതിനെ വ്യാഖ്യാനിക്കപ്പെടണമോ? അങ്ങനെയും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാൻ അവിടെ വന്നല്ലോ. അപ്പോൾ പിന്നെ ഇന്ത്യക്ക് ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയിൽ വെച്ച് പാകിസ്ഥാൻ കളിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യക്കും അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങളടക്കം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ മത്സരവേദി ദുബായിലേക്ക് മാറ്റുന്നു എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അപ്പോൾ ഇതുകൊണ്ടും തീർന്നില്ല. വനിതകളുടെ ലോകകപ്പ് ക്രിക്കറ്റ് നടക്കാൻ പോവുകയാണ്. ഇന്ത്യയാണ് അതിൽ ആതിഥേയത്വം വഹിക്കുന്നത്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കുക ശ്രീലങ്കയിലായിരിക്കും. അവിടെയും ഇതേപോലുള്ള പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ വെച്ച് പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു കായിക ഇനം എന്ന് പറയുന്നത് ലോകത്തെമ്പാടും ഏത് വലിയ യുദ്ധവും എല്ലാം ഉണ്ടായാൽ പോലും കായിക ഇനം എന്ന് പറയുന്നത് പരസ്പര സ്നേഹവും സൗഹാർദ്ദവും വളർത്താൻ സഹായകരമാകുമെന്നാണ് ഒരു പൊതുസങ്കല്പം. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ കായിക പ്രേമികൾക്ക് അത് ഈ ഇത്തരം സംഘർഷങ്ങളും വൈരാഗ്യവും ഒക്കെ മറന്ന് ആ മത്സര ഇനം ആസ്വദിക്കാനായിട്ടുള്ള ഒരു അവസരമാകും എന്ന് വേണം കരുതാൻ. ഏതായാലും ഇനി അധികം നാളില്ല, സെപ്റ്റംബറിലാണ് മത്സരങ്ങൾ. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാത്തിരിപ്പും അതിൻ്റെ ഒരു ആവേശവും ഉണ്ടാകും. പക്ഷേ ഈ ക്രിക്കറ്റിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഏഷ്യയിലെ ഒന്നാന്തര ടീമുകളിലൊന്നായിരുന്നു. പക്ഷെ നിലവിൽ പാകിസ്ഥാൻ അവരുടെ ഏറ്റവും വലിയ ദുർബലാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു ടീമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു തരത്തിലും ക്രിക്കറ്റിൽ ഇന്ത്യക്കൊരു വെല്ലുവിളിയാകുന്ന സാഹചര്യമില്ല. ഒന്നോ രണ്ടോ താരങ്ങൾ അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരുണ്ടെന്ന് ഒഴിച്ചാൽ ഒരു ടീമെന്ന നിലയിൽ അവർ ഇന്ത്യക്ക് മുമ്പിൽ ഒന്നുമല്ല. അതിപ്പോൾ സമീപകാല പ്രകടനങ്ങൾ വെച്ച് പരിഗണിച്ച് നോക്കിയാൽ അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഏഷ്യയിൽ ഇപ്പോൾ ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ടീമായിട്ട് പരിഗണിക്കപ്പെടുന്ന അഫ്ഗാനിസ്ഥാനാണ്. നമ്മൾ കരുതും അഫ്ഗാനിസ്ഥാൻ ഒരു പുതിയ ടീമാണ്, വലിയ ക്രിക്കറ്റ്. എങ്കിലും അവർ ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റിലോട്ടൊക്കെ വന്നിട്ട് അധികം നാളായിട്ടില്ല. അവരെക്കാളും മുമ്പേ ബംഗ്ലാദേശ് വന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇത്ര ചെറിയ കാലയളവിൽ കൊണ്ട് ആർജിച്ച ഒരു മുന്നേറ്റവും കരുത്തും പാകിസ്ഥാന് ഇത്രയും കാലമായപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു. സിംബാബ്വെയൊന്നും ഇപ്പോൾ കളിക്കുന്നില്ലേ? ഉണ്ടല്ലോ, സിംബാബ്വെയൊക്കെ അവർ കുറച്ച് നാളത്തേക്ക് അവർക്ക് വിലക്ക് ഏർപ്പെട്ടിരുന്നു. പക്ഷെ അതിനുശേഷം അവരുടെ ടെസ്റ്റ് പദവി അവർക്ക് തിരിച്ചു കിട്ടി. അവരിപ്പോഴും അന്താരാഷ്ട്ര മത്സരങ്ങൾ, ഇപ്പോൾ ഒരുപാട് ചെറിയ ടീമുകൾ ഒരുപാട് ടീമുകൾ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അയർലൻഡ് അവരിതേപോലെ ഒരു ചെറിയ ടീമായിരുന്നു, അവർക്ക് ടെസ്റ്റ് പദവി കിട്ടി. അവരും അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ സിംബാബ്വെ കളിക്കുന്നു. ഇനിയും ഒരുപാട് ടീമുകൾ. ഇപ്പോൾ അടുത്ത ലോകകപ്പിലേക്ക് ഇറ്റലിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് ഫുട്ബോളിനെ പറ്റിയാണ്. ഫുട്ബോൾ ടീമാണ് ഇറ്റലി എന്ന് വെച്ച് അറിയപ്പെടുക. അവർ ക്രിക്കറ്റിൽ യോഗ്യത നേടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പുതിയ കുറേ ടീമുകൾ വരുന്നു. ക്രിക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ വളർച്ചയിൽ പാകിസ്ഥാൻ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ PSL എന്ന് പറയുന്ന ഈ നമ്മുടെ IPL അതിന് അതേ മാതൃകയിൽ തന്നെ അവർ സംഘടിപ്പിക്കുന്നതാണ് PSL. പക്ഷെ അതിൽ പോലും മുൻനിര കളിക്കാർ പങ്കെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പം മറ്റ് രാജ്യങ്ങളിലെ താരതമ്യേന വിരമിച്ചവരോ അല്ലെങ്കിൽ IPL അവസരം കിട്ടാത്ത അവസരമോഹികളോ ഒക്കെയാണ് അവിടെ പോയി കളിക്കുക. അപ്പം അതുകൊണ്ട് സാമ്പത്തികമായി വളരെ ദുർബലാവസ്ഥയിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ടുള്ള മത്സരങ്ങൾ പാകിസ്ഥാന് വളരെ നിർണായകമാണ്. കാരണം വലിയ രീതിയിൽ വരുമാനം കിട്ടും. ഈ മത്സരത്തിൻ്റെ വരുമാനം നല്ല രീതിയിൽ പാകിസ്ഥാന് വേണമെങ്കിൽ ഇന്ത്യയായിട്ടുള്ളൊരു മത്സരം അവർക്കും കൂടിയേ തീരും. അപ്പോൾ അത്രയൊക്കെ കൊണ്ട് തന്നെ പിന്നെ പരസ്യ വരുമാനം ഒരു ഘടകമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള മത്സരം പാകിസ്ഥാന് വളരെ അത്യാവശ്യമാണ്. അവർ ഈ ഇടയ്ക്കിടയ്ക്ക് വീരവാദങ്ങൾ ഇറക്കുന്നു, വാശിയുടെ പുറത്ത് ഇന്ത്യയിലോട്ട് വരില്ല, ഇന്ത്യയായിട്ട് കളിക്കില്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും. പക്ഷെ ആത്യന്തികമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ പാകിസ്ഥാനാണ്. അതാണ് വാസ്തവം.